തൂതപ്പുഴയിലെ തിരുവേഗപ്പുറ പൈലിപ്പുറത്തു നിന്നും ഒഴുക്കിൽപ്പെട്ട് കാണാതായ 8 വയസ്സുകാരൻ്റെ മൃതദേഹം പൊന്നാനിയിൽ നിന്നും കണ്ടെത്തി. പട്ടാമ്പി മുതല കൊടുമുണ്ട മൂർക്കൻകുഴി അബ്ദുൽ ഹക്കീമിൻ്റെ മകൻ മുഹമ്മദ് സാദാണ് മരിച്ചത്. 2 ദിവസത്തെ തിരച്ചിലിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. പൈലിപ്പുറത്തെ മാതാവിൻ്റെ വീട്ടിലേക്ക് വിരുന്നെത്തിയതായിരുന്നു മരിച്ച സാദും കുടുംബവും. ബുധനാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് മാതാവ് മുർഷിദയ്ക്കും വല്യമ്മ ഫാത്തിമയ്ക്കുമൊപ്പം സാദും സഹോദരൻ സഹലും പുഴയിലേക്ക് കുളിക്കാൻ പോയത്. ഇതിനിടെയാണ് സാദ് ഒഴുക്കിൽപ്പെട്ടത്. അനിയനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ 13-കാരനായ സഹലും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കടവിലുണ്ടായിരുന്നവർ ബഹളം വെച്ചതോടെ ഓടിക്കൂടിയവർ സഹലിനെ രക്ഷപ്പെടുത്തി. എന്നാൽ സാദിനെ രക്ഷിക്കാനായില്ല. തുടർന്ന് കഴിഞ്ഞ 2 ദിവസവും സാദിനായുള്ള തെരച്ചിൽ പുഴയിൽ ഊർജിതമാക്കിയിരുന്നു. അഗ്നിശമന സേനാ യൂണിറ്റും പോലീസും മുങ്ങൽ വിദഗ്ധരും സ്കൂബ ടീമും തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ പൊന്നാനി നിളയോര പാതയിലെ ജിം റോഡിന് സമീപമാണ് പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് അഗ്നിശമന സേനാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മൃതദേഹം കരയ്ക്കെടുത്തു. പൊന്നാനി പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കുട്ടി ഒഴുക്കിൽപ്പെട്ട പൈലിപ്പുറം കാളിയാർവട്ടം കടവിൽ നിന്നും 40 കിലോമീറ്ററിലധികം ദൂരമുണ്ട് പൊന്നാനിയിലേക്ക്. പുഴയിലെ ശക്തമായ കുത്തൊഴുക്ക് തന്നെയാണ് മൃതദേഹം ഇത്രയും ദൂരം ഒഴുകിപ്പോകാൻ ഇടയാക്കിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പള്ളിപ്പുറം സഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരിച്ച സാദ്.